Hello all, welcome to Toppers World. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ആനുവൽ എക്സാം വാർഷിക പരീക്ഷയാണ് ഇനി വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2024-25 ചോദിച്ച ചോദ്യ പേപ്പറിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്കും നമ്മുടെ ഈ ചാനലിലേക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. സമഗ്ര ശിക്ഷ കേരള ആണ് എക്സാം നടത്തുന്നത്. ആനുവൽ ഇവാലുവേഷൻ 2024-25 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 മണിക്കൂറായിരുന്നു സമയം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ദി സ്കൂൾ, ഡിവിഷൻ, സിഗ്നേച്ചർ ഓഫ് ദി ടീച്ചർ, സിഗ്നേച്ചർ ഓഫ് ദി പാരൻ്റ് ഒക്കെ എഴുതാനൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ആദ്യം ഈ കോളത്തിൽ നിങ്ങളുടെ പേര് എഴുതണം ആദ്യത്തെ. ദെൻ സ്കൂളിൻ്റെ പേര്, നിങ്ങൾ എയിലാണോ ബിയിലാണോ സിയിലാണോ ഡിവിഷൻ ഏതാണെന്ന് എഴുതുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 5 ആക്ടിവിറ്റിയുടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 ആദ്യം നോക്കാം. Listen and do ആണ്. Have you enjoyed the story? Now listen to the teacher. Give tick marks against the correct pictures. ടീച്ചർ പറയും, നിങ്ങൾ പഠിച്ചൊരു സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പോൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് ടീച്ചർ പറയുന്നതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ചിത്രത്തിൽ ടിക്ക് ചെയ്യുക എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ടീച്ചർ എന്താണ് പറയാൻ പോകുന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിത് ഇപ്പം ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീച്ചർ ചിലപ്പോൾ എന്താ പറയണ്ടാവാം, ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് കണ്ടോ, ഇതിൽ ആ ഫ്രൂട്ട്സ് ഉള്ളതിൽ മാത്രം ടിക്ക് ചെയ്യൂ എന്നാണെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്യാം. അങ്ങനെ ടീച്ചർ എന്താണോ പറയണത് അത് ഇതിലുണ്ടോ ചിത്രത്തിലുണ്ടോ നോക്കിയിട്ട് ടിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ടീച്ചർ പറയുന്ന ചിത്രങ്ങളിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക. ആക്ടിവിറ്റി 2 ഹു ആം ഐ ആണ്. Here are some riddles about the characters from the stories in Honeybees. Read them and identify the characters. അപ്പോൾ ഹണിബിയിൽ നിന്നുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് ഇതിലെ കഥാപാത്രങ്ങൾ. നിങ്ങളിത് വായിക്കുക. എന്നിട്ട് ആരാണ് അവരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. റൈറ്റ് ദെയർ നെയിംസ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അവരുടെ പേര് എഴുതി ഫില്ല് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ, ഐ ഹാവ് എ റെഡ് റിംഗ്, ഐ ഫെൽ ഇൻ ടു റെഡ് പെയിൻറ്റ്, ഐ ബിക്കെയിം റെഡ്, ഹൂ ആം ഐ, റിൽ. I am a bird, I am a big bird, I can say cock-a-doodle-doo, who am I, rooster. I am in the sky, you all like me, I have 7 colors, who am I, rainbow. അടുത്തത്, Zia is my friend, I can become an umbrella, I can become a wheelchair, who am I, robo. ഇവിടെ നമുക്ക് ഞാനൊരു ബേർഡ്, രണ്ടാമത്തെ നോക്കൂ. ഐ എം എ ബേർഡ്, ഐ എം എ ബിഗ് ബേർഡ്. ഞാനൊരു പക്ഷിയാണ്, ഞാനൊരു വലിയ പക്ഷിയാണ് അല്ലേ. ഞാനാണ് കൊക്കരക്കോ എന്ന് പറയില്ലേ നമ്മൾ, അതിനെയാണ് കോക്കെ ഡോഡിൽ ഡൂ പറയണത് ആരാണെന്ന്. അടുത്ത 3, ഐ എം ഇൻ ദി സ്കൈ, ഞാൻ ആകാശത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് 7 നിറങ്ങളുണ്ട്. അപ്പം അത് മഴവില്ല, റെയിൻബോ. അടുത്തത്, സിയ എൻ്റെ സുഹൃത്താണ്, എനിക്കൊരു അമ്പർല കുടയാവാൻ പറ്റും, എനിക്കൊരു വീൽ ചെയർ ആവാൻ പറ്റും. അതാരാണ്, റോബോ. ആക്ടിവിറ്റി 3 ആണ്. ഫൈൻഡ് ദ ഡിഫറൻസസ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, ദേ ഹാവ് സം ഡിഫറൻസസ്. ഈ ചിത്രങ്ങൾ നോക്കൂ, ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. 2 ചിത്രവും ഒരുപോലെ അല്ല, പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ 2 ഒരേപോലെ തോന്നും അല്ലേ. വാട്ട് ആർ ദേ? റൈറ്റ് ദം ഓൺ ദ സ്പേസ് ഗിവൺ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ചിത്രത്തിൽ ഒരു പക്ഷി ഉണ്ട് അല്ലേ, പക്ഷേ ഈ ചിത്രത്തിൽ പക്ഷി ഇല്ല. അതുപോലെ ഈ ചിത്രത്തിൽ മരത്തിൽ മാങ്ങയൊന്നും ഇല്ല, പഴങ്ങളൊന്നുമില്ല, എല്ലാം താഴെയാണ്. 1, 2, 3, 4 പഴങ്ങൾ താഴെ. പക്ഷേ ഈ ചിത്രത്തിൽ നോക്കൂ, ഈ മരത്തിൽ പഴങ്ങളുണ്ട്. അതാണ് ആ വ്യത്യാസം. പിന്നെ എന്തൊക്കെയാ വ്യത്യാസമുള്ളത്? നമുക്ക് നോക്കാം. ആദ്യത്തെ ചിത്രം, ദ പ്ലാന്റ് ഹാസ് 3 ഫ്ലവേഴ്സ്. പ്ലാന്റിൽ 3 ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ദർ ഈസ് എ ബട്ടർഫ്ലൈ ഓൺ ദ ഫ്ലവർ. ഒരു ബട്ടർഫ്ലൈ ഫ്ലവറിൽ ഇരിക്കുന്നുണ്ട്. ദർ ഈസ് എ ബേർഡ് ഓൺ ദ ട്രീ. ട്രീയിലൊരു ബേർഡ് ഇരിക്കുന്നുണ്ട്. ദ ക്ലൗഡ്സ് ആർ ബിഗ്. മേഘങ്ങൾ വലുതാണ്. അടുത്ത ഈ ചിത്രത്തിൽ നോക്കൂ, ദ പ്ലാന്റ് ഹാസ് 1 ഫ്ലവർ. ഈ പ്ലാന്റിന് 1 ഫ്ലവറേ ഉള്ളൂ. ഈ പ്ലാന്റിന്
There are two butterflies on the flower. രണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് ഫ്ലവറിൽ. There is no bird on the tree. മരത്തിൽ പക്ഷിയൊന്നും ഇരിക്കുന്നില്ലല്ലോ. The clouds are small. പിന്നെ മേഘങ്ങൾ ചെറുതാണ്. ഇനി ആക്ടിവിറ്റി 4 ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ ഫ്രണ്ട്. സിയും സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് ഫ്രണ്ട്. ഹലോ സിയ, വേർ ഇസ് ദ റോബോ? ഹലോ സിയ, എവിടെയാണ് റോബോ ചോദിക്കുകയാണ്. അപ്പൊ സിയ, ഐ ഗേവ് റോബോ ടു എ ബോയ്. ഞാൻ റോബോനെ ഒരു ബോയ്ക്ക് കൊടുത്തു. ഫ്രണ്ട്, വൈ ഡിഡ് യു ഗീവ് ഇറ്റ് ടു ഹിം? എന്തിനാണ് കൊടുത്തത്? സിയ, ബിക്കോസ് ഹി കാൺട്ട് വാക്ക്. എന്തുകൊണ്ടാണ്? ആ കൊടുത്ത പയ്യന്, ആ ബോയ്ക്ക് നടക്കാൻ സാധിക്കില്ല. ഇനി ആക്ടിവിറ്റി 5 ആണ്. ആഡ് മോർ ലൈൻസ് ആണ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ്. ലിസൺ ടു ദ ടീച്ചർ, സിങ് ആഫ്റ്റർ ഹെർ ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ദ റൈം. അപ്പോൾ ടീച്ചർ പറയുന്നത് കേൾക്കുക, ടീച്ചർക്ക് ശേഷം അത് നിങ്ങളും പാടുക, എന്നിട്ട് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക. നമുക്ക് നോക്കാം. ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ഡോഗ്, വാട്ട് വിൽ ഇറ്റ് സേ? ബോവോ ബോവോ. ഓക്കെ, അപ്പോൾ ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു, നിങ്ങളൊരു ഡോഗിനെ കാണുകയാണെങ്കിൽ ഡോഗ് എന്താ പറയുക? കുരയ്ക്കും അല്ലേ, ബോ ബോ പറഞ്ഞിട്ട്. അടുത്തത് ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ഫ്രോഗ്. ഇനി നിങ്ങൾ വേ ബാക്ക് ടു, വീട്ടിലേക്ക് പോണ വഴിക്ക് നിങ്ങൾ ഇഫ് യു മീറ്റ് എ ഫ്രോഗ്, നിങ്ങളൊരു തവളയെ കാണുകയാണെങ്കിൽ വാട്ട് വിൽ ഇറ്റ് സേ? അതെന്താ പറയുക? ക്രോക്ക് 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 ക്രോക്ക്. തവള കരയുന്ന സൗണ്ട് അല്ലേ. അടുത്തത് ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ക്യാറ്റ്. ഇനി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു പൂച്ചേനെ കാണുകയാണെങ്കിൽ വാട്ട് വിൽ ഇറ്റ് സേ? അതെന്താവും പറയുക? മ്യൂ 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 മ്യൂ. അത് മ്യൂ മ്യൂ സൗണ്ട് ഉണ്ടാക്കില്ലേ, അതായിരിക്കും പറയുക. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ലൈൻസ് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ നോക്കുക ഇവിടെ ആരെയൊക്കെയാണ് തന്നിരിക്കുന്നതെന്നുള്ളത് കേട്ടോ. ഇവിടെ ക്യാറ്റ് ഉണ്ട്, ഒരു റാറ്റ് ഉണ്ട്, ഒരു ഡോഗ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റാറ്റിൻ്റെ സൗണ്ട്, പിന്നെ ഇതാ ഹണി ബീ ഉണ്ട്. അപ്പോൾ ഇത്രയും ഇവരെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്യാറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെക്കുറിച്ച് വേണമെങ്കിലും എഴുതാം. ഈ പറയുന്ന റാറ്റിനെയും ഹണി ബീനെയും വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്തിയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് നന്നായി പഠിച്ചിട്ട് പോവുക. ഇംഗ്ലീഷിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. എന്ത് തന്നെ ആയാലും ഒരു പോയതിൻ്റെ ലൈൻസ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു പിക്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക, നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, നന്നായി റിവൈസ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഇനി നമ്മളിടുന്ന ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഇനാബിൾ ചെയ്ത് വെക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.